എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1679 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മുടെ ആദരണീയായ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറെ, പത്മശ്രീ നേടിയ ഓമനക്കുട്ടി ടീച്ചറെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആദ്യമായിട്ട് ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി അമ്മയെ ആദരിക്കുന്ന ഈ പ്രത്യേക പരിപാടിയിൽ എത്തിയിരിക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ കടമ. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്നത്തെ പ്രോഗ്രാമിന് തന്നെ കാരണഭൂതയായിട്ടുള്ള കർണാടക സംഗീത ചക്രവർത്തിനി പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി മാഡത്തിന് തന്നെയാണ്. IFPH നൽകുന്ന ഈ ആദരം ഏറ്റുവാങ്ങുവാനായി എത്തിയിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി അമ്മയെ സ്നേഹപുരസ്സരവും ഏറെ ആദര പുരസ്സരവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ശ്രീമതി ശ്രീലേഖ IPS മുൻ DGP ആണ്. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ IPS ഓഫീസറാണ് മാഡം. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒത്തിരി ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ശ്രീലേഖ IPS മാഡത്തിനെ IFPHന് വേണ്ടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ഷാജി കുടിയാട്ടാണ്. അദ്ദേഹം നമ്മുടെ IFPH എന്ന സംഘടനയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ശ്രീ മനീഷ് MP, അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഒരു സംഗീത അർച്ചന നടത്തുവാനായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഗായത്രി നായരാണ്. അവർ പിന്നണി ഗായിക, സംഗീത സംവിധായിക എന്ന നിലയിലെല്ലാം വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമതി അഡ്വക്കേറ്റ് ഗായത്രി നായരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടി വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രോഗ്രാമുകളാണ് നമ്മുടെ IFPHന്റെ സൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന, മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുവാനായി എത്തുന്നത് നമ്മുടെ മറ്റൊരു മോഡറേറ്റർ കൂടിയായ ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറായി വിരമിച്ചിട്ടുള്ള ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടറെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാം കാണുവാനും കേൾക്കുവാനും ആയി എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഹോമിയോപ്പതി സ്നേഹികളുണ്ട്. ഇന്ന് IFPH എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹികളുണ്ട്. ഇതിന്റെ അണിയറ പ്രവർത്തകരുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നന്ദി. നന്ദി ഷൈൽ ഡോക്ടറെ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഈ ചടങ്ങ് നിർവഹിക്കാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിയെ തന്നെ കിട്ടിയിട്ടുള്ളത് ആദരണീയായ മുൻ DGP ശ്രീലേഖ മാഡത്തെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ആദരവ് ക്ഷണിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട ഡോക്ടർമാർ, പ്രിയപ്പെട്ട ഓമനക്കുട്ടി ടീച്ചർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണുന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ടീച്ചർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാഡമാണ്. പിന്നെ അതിഥികളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ഗുഡ് ഈവനിങ്. വളരെ വളരെ സന്തോഷമുണ്ട്. ഹോമിയോ ഡോക്ടേഴ്സുമായിട്ട് ഇപ്പൊ ഇടപഴകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. എൻ്റെ വീട്ടില് മുഴുവനും
അലോപ്പതി ഡോക്ടേഴ്സ് ആണ്. എൻ്റെ അപ്പൂപ്പൻ അലോപ്പതി ഡോക്ടറായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിമാര് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. എൻ്റെ ഭർത്താവ് ഡോക്ടറാണ്. അതുകൊണ്ട് ഹോമിയോ ആയിട്ട് അങ്ങനെ അടുത്ത ബന്ധം ഇതുവരെ ഇല്ലായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഹോമിയോ ഡോക്ടർ കുട്ടിയെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹോമിയോ ഡോക്ടേഴ്സിനോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഹോമിയോ ഡോക്ടേഴ്സ് വിളിക്കുന്ന പല പരിപാടികൾക്കും ഈയിടെ ഞാൻ പോകാറുണ്ട്. റിട്ടയർമെന്റിന് ശേഷം കുറച്ചുനാൾ ഒരു പരിപാടിക്കും പോവാതിരുന്നിട്ട് ഇപ്പൊ പക്ഷെ ഹോമിയോ ഡോക്ടർമാരുടെ എന്താ സീതാലയം പരിപാടി ഉണ്ടല്ലോ, അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാണ്. അപ്പോ വളരെ സന്തോഷമുണ്ട്. നിങ്ങള് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി ഹോമിയോപ്പതിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കവിഞ്ഞ് ഇപ്പൊ 1679 ദിവസം നിരന്തരമായിട്ട് നിങ്ങൾ ഇങ്ങനെ സൂമിലൂടെ പ്രോഗ്രാംസ് നടത്തുകയാണ്. ഇന്റർനാഷണലി വിത്ത് മീറ്റിംഗ്സ്, പ്രോഗ്രാംസ്, ഇങ്ങനെ നിങ്ങളുടെ അക്കാഡമിക് സെഷൻസും അതുപോലെ ഒരുപാട് ഇന്ററാക്ഷൻസും, പിന്നെ ഇപ്പോ മലയാളം പ്രൊമോട്ട് ചെയ്യാനായിട്ട് മലയാളത്തിലുള്ള പ്രഗത്ഭ വ്യക്തികളെ ആദരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇറ്റ് ഈസ് അമേസിങ്. ഐ ഡോണ്ട് തിങ്ക് ഇതുവരെ ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഓൺലൈൻ ആയത് എല്ലാവർക്കും ഉപകാരമാണ്. കാരണം രാത്രിയാവുമ്പോ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും എല്ലാ ജോലിയൊക്കെ ഒതുക്കി വെച്ചിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തിലെ ഉന്നത നിലയിൽ എത്തിയിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകളെ ആദരിക്കുക എന്ന് പറയുന്നതിനൊരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും അറിയിക്കുന്നു. കാരണം ഇത് അത്യാവശ്യമാണ്, വേണ്ടതാണ്. നമ്മുടെ ഓമനക്കുട്ടിയമ്മ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. കുറഞ്ഞ എനിക്ക് 16-17 വയസ്സുള്ളപ്പോ തൊട്ട് ടീച്ചറുമായിട്ട് അടുത്തറിയാം. കാരണം എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ താമസിച്ചത് അമ്മൂമ്മയുടെ വീട് തൈക്കാട്, തിരുവനന്തപുരത്ത് തൈക്കാട് ശാസ്താംകോവിൽ റോഡില് എന്റെ അമ്മൂമ്മയുടെ തറവാട് വീട്ടിന്റെ അവിടെ ആണ് താമസിച്ചത്, കൽപ്പകശ്ശേരി എന്ന് പറഞ്ഞ തറവാട്ടിൽ. അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു വീടായിരുന്നു ടീച്ചറിന്റെ ഫാമിലി. അപ്പം കൂടാതെ എന്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഹരിപ്പാട് ബേസ് ഉള്ളത് കൊണ്ട് അവരെ കുടുംബമായിട്ട് അറിയാം. ടീച്ചറിന്റെ പേരൻസിനെ അറിയാം. അമ്മൂമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ടീച്ചറിന്റെ അമ്മൂമ്മ അവിടെ കുറെ നാളുണ്ടായിരുന്നു. ടീച്ചറിന്റെ അച്ഛനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വളരെ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു എന്താ നല്ല കർണാട്ടിക് മ്യൂസിക് വായിക്കുന്നതും തബലയോ എന്തൊക്കെയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരുപാട് വായിക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ടീച്ചർ പക്ഷെ എനിക്ക് തോന്നുന്നു പഠിച്ചത് ഹരിപ്പാടൊക്കെ പഠിച്ചിരുന്നപ്പോ സുവോളജി എങ്ങാണ്ട് ഗ്രാജുവേഷൻ എടുത്തു എന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞു. പക്ഷെ നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം കുട്ടികൾക്ക് അച്ഛനമ്മമാര് അവർക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിലും മക്കള് പഠിച്ച സർക്കാർ ഉദ്യോഗസ്ഥരാവണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും ടീച്ചറിന് മ്യൂസിക് വീട്ടിൽ എന്തായാലും ഡെഫിനറ്റ്ലി മ്യൂസിക് പാരമ്പര്യം ഉള്ളതുകൊണ്ട്, പാട്ടിന്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ടീച്ചറിനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവണം. അത് കേട്ടായിരിക്കും വളർന്നത്, പാടിയായിരിക്കണം വളർന്നത്. പക്ഷെ അതിന് ശേഷമാണ് ടീച്ചർ പിന്നെ മ്യൂസിക്കില് വിമൻസ് കോളേജിൽ പോയി റിസർച്ച് ചെയ്ത് പഠിച്ച ജോലി കിട്ടി. അങ്ങനെ ഒരു പ്രഗത്ഭയായ വ്യക്തിയായി നമ്മുടെ മലയാളത്തിലുള്ള നമ്മൾ അഭിമാനിക്കുന്ന പലരെയും ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവരെയൊക്കെ ഗുരുനാഥയാണ്. ചിത്ര തന്നെ എപ്പോഴും ടീച്ചറിനെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു ആദരവ് ഞാൻ തന്നെ എനിക്ക് അതിശയിച്ചിട്ടുണ്ട്. അപ്പം അരുന്ധതി എന്റെ കൂടെ പഠിച്ചതാണ്. അപ്പം അങ്ങനെ അരുന്ധതിയും ടീച്ചറിന്റെ ശിഷ്യയാണ്. അങ്ങനെ ടീച്ചർ ഒരു പ്രഗത്ഭ ഇപ്പൊ ഇത്രയും നാൾ ഇപ്പൊ ഇവർക്കൊക്കെ ഒരു ഭാരതത്തിൽ നല്ല വലിയ വലിയ അവാർഡുകൾ കൊടുത്തിട്ടും ടീച്ചറിന് കുറച്ച് വൈകിപ്പോയി. ഇത്രയും വൈകി കൊടുക്കാൻ പാടില്ലായിരുന്നെങ്കിലും പത്മശ്രീ ബെറ്റർ ലേറ്റ് ദാൻ നെവർ ഇപ്പൊ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പേഴ്സണലായിട്ട്. ഈ അടുത്ത കാലത്ത് മോഡൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴും ടീച്ചർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഓമന തിങ്കൾ കിടാവോ പാട്ടൊക്കെ പാടിയത് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. അപ്പൊ ഓമനക്കുട്ടിയമ്മ ടീച്ചറിനെ എന്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാനൊക്കെ കുട്ടിയായിരുന്നു, ടീച്ചറിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ അടുത്തടുത്ത് താമസിച്ചിരുന്നതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയി പഠിപ്പിക്കാൻ പോയ സമയത്താണ് പിന്നെ അവിടുന്ന് തൈക്കാടുന്ന് മാറി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നീട് കാണുന്നത് ഇതുപോലെയുള്ള ഫങ്ഷൻസിനൊക്കെയാണ്. അപ്പൊ ടീച്ചറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ പാട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു കാര്യം അത് പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് പ്രായോഗികമായിട്ട് ചെയ്യുന്ന ഒരാള് എനിക്ക് തോന്നുന്നു ഓമനക്കുട്ടി ടീച്ചറാണ് എന്നുള്ളത്. അപ്പം മാഡം എനിക്ക് തോന്നുന്നു അവിടെ പങ്കജ കസ്തൂരി മെഡിക്കൽ കോളേജിൽ അവിടെ എങ്ങാണ്ട് ചെന്നിട്ട് ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാം. അപ്പൊ നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒരു ശബ്ദം ഉണ്ടോന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള സകലത്തും ഉണ്ടായിരിക്കുന്നത് ഒരു ശബ്ദത്തിൽ നിന്ന് തുടക്കം എന്നാണല്ലോ പറയുന്നത്. ഓം എന്ന് പറയുന്ന ശബ്ദമാണ് പ്രപഞ്ചത്തിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ആ ഓം
അത് പാട്ടിലൂടെ വരുമ്പോൾ സൈമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രം തന്നെയുണ്ട്. എന്തെങ്കിലും വൈബ്രേഷൻസോ പാട്ടോ ഒക്കെ വെക്കുമ്പോൾ മണൽത്തരികളും വൈബ്രേഷൻസും ഒക്കെ ചേർന്ന് ഓരോ ഫോംസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സ് മുഴുവൻ, നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ വൈബ്രേഷൻസ് ആൻഡ് എനർജി ആയതുകൊണ്ടും സെൽസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഒരു എനർജി ഉണ്ടാവുകയും, എന്നാൽ വളരെ ഹാർഷായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് വേറെ രീതിയിൽ പോവുകയും ചെയ്യും. അലർച്ച, കരച്ചില്, അല്ലെങ്കിൽ ഭയങ്കര മെറ്റാലിക് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരീരത്തിന് വേറൊരു ഗതിയിൽ കൊണ്ടെത്തിക്കുകയും, എന്നാൽ നല്ല ശബ്ദം കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വരികയും ചെയ്യും. അപ്പൊ അത് ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തെളിയിച്ച ഒരാളാണ് ടീച്ചർ. എന്റെ ഭർത്താവ് എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ഫുൾ ടൈം പാട്ട് കേട്ടോണ്ടിരിക്കും. തിയേറ്ററിൽ പോയി ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഹീസ് എ സർജൻ, റിട്ടയർ ചെയ്തു, പീഡിയാട്രിക് സർജൻ ആണ്. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഹസ്ബൻഡ് ചെയ്യുന്നത് ഒരു പാട്ട് വെച്ചിട്ട് അത് കേട്ടോണ്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ പിന്നീട് അത് ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ പാട്ട് വെച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി SAT-യിൽ വന്നു എന്നൊക്കെ പിന്നീട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഹോമിയോ മെഡിസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞ് എന്റെ മോൻ കൊച്ചായിരുന്നപ്പോ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആൾക്കാർ അവർ കഴിക്കുന്ന ഹോമിയോ മെഡിസിൻ കഴിക്കാനായിട്ട് അവന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം പഞ്ചസാര ഗുളികയാണ്, കണ്ടാൽ നല്ല ഭംഗിയാണ്. അപ്പൊ കുപ്പിക്കകത്തുനിന്ന് അവൻ എടുത്ത് തിന്നുമായിരുന്നു. അതിപ്പോ ഞാൻ പറയാം കൊടുക്കല്ലേ എന്ന് പറയപ്പോ അല്ല, ഇതിനകത്ത് മരുന്നൊന്നും ഇല്ല, വെറുതെയാണ്, മോൻ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തുള്ള ഒരു അങ്കിള് കൊടുക്കുമായിരുന്നു. അതുപോലെ എന്റെ വീട്ടിലുള്ള ഇപ്പം ഹോമിയോ എന്ന് പറയുന്നത് വെറ്റിനറി ഹോമിയോ ഹാസ് ബിക്കം സോ ഇമ്പോർട്ടന്റ്. ഇപ്പോഴുള്ള എല്ലാ വെറ്റിനറി മരുന്നുകളും ഭയങ്കര മാരകമായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ അത് ഹോമിയോയിലോട്ട് സ്വിച്ച് ഓൺ ചെയ്ത ഒരുപാട് പെറ്റ് ലവേഴ്സിനെ എനിക്കറിയാം. ഐ ആം എൻ ആർഡന്റ് പെറ്റ് ലവർ, അതുകൊണ്ട് പറയുകയാണ്. ഹോമിയോ വർക്ക്സ് വെരി വെൽ. അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ചെയ്ത് ഏറ്റവും ഡൈല്യൂട്ടഡ് ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊലോങ് പീരിയഡ് ഓഫ് ടൈം നമ്മുടെ ശരീരം തന്നെ നാച്ചുറൽ ആയിട്ട് അത് അബ്സോർബ് ചെയ്ത് സെൽഫ് ഹീലിംഗ് പോലെ ഒരു പ്രോസസ്സിലേക്ക് വരും എന്നുള്ള ഒരു തത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സപ്പേറെ ഓടെ എന്ന് പറയുന്ന നിങ്ങളുടെ ആപ്തവാക്യം തിങ്ക് ഡിഫറെന്റ്ലി, തിങ്ക് യുണീക്ലി, ബി വൈസ് എന്നൊക്കെ വരുന്ന ഒരു ലാറ്റിൻ വാക്ക്, ഐ തിങ്ക് ഹോമർ എന്ന് പറയുന്ന റോമൻ പോയറ്റാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കവിതയില് അത് സപ്പേറെ ഓടെ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചത്. അതിനുശേഷം വേറൊരു കാന്ത് എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു എഴുത്തുകാരൻ ഇമ്മാനുവൽ കാന്ത്, അദ്ദേഹവും അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഹന്നമാൻ, ഡോക്ടർ ഹന്നമാൻ അദ്ദേഹത്തിന്റെ ഇതിനെപ്പറ്റി ഇതിനെ പറ്റിയിട്ടുള്ള ട്രീറ്റിസിനകത്തും ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. സോ തിങ്ക് ഡിഫറെന്റ്ലി എന്ന് പറയുമ്പോൾ ഹോമിയോ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് മെഡിസിൻ, ഓൾട്ടർനേറ്റ് മെഡിസിൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ആളുകൾ പറയുന്ന ഒരു ഫാസ്റ്റ് റിലീഫിന് പോകുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് ഈ വാക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സപ്പേറെ ഓടെ എന്നുള്ള വാക്ക് എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആണ്. കാരണം ഞാൻ പലപ്പോഴും എന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഞാൻ സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നതാണ് ആളുകളോട്, നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ട് അത് വിശ്വസിക്കാതെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് സ്വതന്ത്രമായ ഒരു കൺക്ലൂഷനിൽ എത്തിയാൽ എന്ത് നല്ലതായിരുന്നു എന്ന്. സോ ദിസ് ഇസ് എ ബിഗ് ടേണിംഗ് പോയിന്റ്. നമ്മുടെ ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ഹോമിയോയിലേക്ക് തിരിഞ്ഞതെന്ന് തോന്നുന്നു. കൂടുതൽ ആൾക്കാര് വളരെ ഹാർഷ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്ത് പോകുന്നതിനേക്കാളും അത് ഇറ്റ്സ് വെരി ബാഡ് സൈഡ് ഇഫക്ട്സ്, വളരെ വലിയ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പകരമായി ഹോമിയോ എടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്ലോ റേറ്റ് ആണെങ്കിൽ പോലും നല്ല റിലീഫും നല്ലതായിട്ട് റിക്കവറിയും ഫാസ്റ്റ് ആയിട്ട് പെർമനന്റ് റിക്കവറി വരാറുണ്ട് വിത്തൗട്ട് എനി സൈഡ് ഇഫക്ട്സ്. അപ്പൊ അതുകൊണ്ട് യു ഹാവ് എ ബിഗ് ഫ്യൂച്ചർ ലെഫ്റ്റ്. ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഹോമിയോപ്പതി സ്പ്രെഡ് ചെയ്യാനും അവയർനെസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ആളുകളുടെ ഇടയിൽ എത്തിക്കാനും സഹായിക്കട്ടെ. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഓമനക്കുട്ടി ടീച്ചറിനെ ആദരിക്കുന്ന പരിപാടിയിൽ പ്രത്യേകമായിട്ട് നിങ്ങളെ പ്രശംസിക്കുന്നു. ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേടുന്നു. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ടീച്ചറിന് ചെയ്യാനാവട്ടെ. ഒരുപാട് അവാർഡുകൾ ഇനിയും ടീച്ചറിനെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ ഈ വളരെ സന്തോഷത്തോടു കൂടി ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം. വളരെ നന്ദി മാഡം. വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞ പോലെ ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അവിടെ ഉന്നത നിലവാരം അത് ആ സംസാരത്തിൽ ഓരോ വാക്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമായി. അതുപോലെ മാഡത്തിന്റെ മരുമകൾ ഒരു പ്രശസ്തയായ ഡോക്ടറായി മാറട്ടെ, IFPH കടന്നു വരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. വളരെ നന്ദി. അടുത്തായി ആശംസ പറയുക എന്നുള്ളതാണ്. നമ്മുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടിനെ അത് ക്ഷണിക്കുന്നു.
ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമസ്കാരം. ഓമനിക്കുട്ടി മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. 2010 ഞാൻ മാഡത്തിന്റെ വീട്ടിൽ വരികയും ഞാൻ ബാംഗ്ലൂര് തുടങ്ങാൻ പോകുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്ററിന് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് മാഡത്തിന്റെ അടുത്ത് പല പ്രാവശ്യം വരികയും ആ കാലഘട്ടങ്ങളിൽ മാഡത്തെ പല പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മാഡത്തിന്റെ PhD എടുത്ത ഒരു സ്റ്റുഡന്റിനെയൊക്കെ എനിക്ക് റെഫർ ചെയ്ത് തന്നായിരുന്നു. അതാണ് എനിക്ക് മാഡവുമായിട്ടുള്ള ആദ്യത്തെ തുടക്കം. അതിനുശേഷമാണ് പിന്നെ പല പ്രാവശ്യങ്ങളിൽ മാഡത്തെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴ് നമ്മള് മാഡത്തെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഏൽപ്പിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് IFPH അതിന് മുൻകൈ എടുത്ത് മാഡത്തെ പോലെയുള്ള ഒരാളെ പത്മശ്രീ കിട്ടി. അത് സമൂഹത്തില് ബഹുമാനിക്കേണ്ട, പണ്ടേ കിട്ടേണ്ട ബഹുമതിയാണ്. നമുക്കെല്ലാം അറിയാം, ചിത്ര ചേച്ചിയെ പോലെയുള്ള നല്ല പാട്ടുകാരെ പാട്ടുരംഗത്തോട്ട് കൊണ്ടുവന്നത് ഓമനക്കുട്ടി ടീച്ചറാണ്. അപ്പോ നമുക്കെല്ലാം അറിയാം അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പോ മാഡത്തിന് പണ്ടേ കിട്ടേണ്ടതായിരുന്നു ഇത്. ഏതായാലും ഈ സമയത്ത് ഇത് കൊടുക്കാൻ ഗവൺമെന്റിന് സാധിച്ചതില് അത് അർഹതപ്പെട്ടത് തന്നെയാണ്. മാഡത്തെ നമ്മുടെ IFPHന്റെ പേരില് ഈ പത്മശ്രീ കിട്ടിയതില് ഏറ്റവും ആദരവോടെ ആശംസകൾ അറിയിക്കുന്നു. IFPHന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടെ അത് നാളുകളായിട്ട്, ഒരു നൂറ്റാണ്ടിലധികമായിട്ട് മാഡവുമായിട്ട് നേരത്തെ ബന്ധപ്പെടാൻ സാധിച്ചത് അഭിമാനത്തോടെ ഓർക്കുന്നു. അത് മാഡത്തിന് എല്ലാ അനുഗ്രഹങ്ങളും. വീണ്ടും ഈ മ്യൂസിക് രംഗത്ത് മാഡം നൽകിയ സംഭാവനകൾ, കേരള യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക് തെറാപ്പി കോഴ്സ് തുടങ്ങിയതിനെയാണ് ഞാൻ ഏറ്റവും ഇതായിട്ട് കാണുന്നത്. കാരണം ഞാൻ ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിഫിക് ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്ടറാണ്. അത് മനസ്സ്, ജീവശക്തി, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന DNA-യുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനെ ആസ്പദമാക്കിയാണ് ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, DNA റെഗുലേഷൻ എങ്ങനെ നടക്കുന്നു, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും റീഹാബിലിറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഡൈനാമിക് സയന്റിഫിക് അപ്രോച്ച് എന്നുള്ള മെത്തഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അതിനാണ് മ്യൂസിക്കിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ മാഡത്തിന്റെ അടുത്ത് എൻ്റെ ബാംഗ്ലൂർ സെന്റർ 2011 തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വന്നത്. മാഡം ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മാഡത്തിന് ആശംസ. അതുപോലെ തന്നെ ആശംസ അർഹിക്കുന്ന ഞാനിപ്പോ ഈ സന്ദർഭത്തിൽ IFPHന്റെ വൈസ് പ്രസിഡന്റ് നിലയിൽ തന്നെ നമ്മുടെ ഈ ഒരു ആശംസ ഇതിന്റെ ഈ പരിപാടിയോട് സഹകരിച്ച് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീലക മാഡത്തെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ വന്നതിനും ഞങ്ങളോട് ഇങ്ങനെ ഒരു നല്ല പ്രഭാഷണം നടത്തിയ ഞാൻ ഔദ്യോഗികമായിട്ട് വേറെ നന്ദി പറയുന്നുണ്ടെങ്കിലും വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആകാശവാണിയുടെ ശ്രീ മനീഷ് MP പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, അദ്ദേഹവും നമ്മളോടൊപ്പം ചേരുന്ന നമുക്ക് മാഡത്തിന്റെ ആശംസാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെയും, ഹോമിയോപ്പതി അല്ലാതെ വന്ന അദ്ദേഹത്തെയും, ഹോമിയോപ്പതിയുമായി ഉൾപ്പെട്ട ഒരു സംഘടന സമൂഹത്തിലെ നന്മയുള്ള മനുഷ്യരെ ആദരിക്കാൻ ഉപകാരപ്പെടുത്തുന്ന ഈ ഒരു മീറ്റിംഗിലോട്ട് കടന്നു വന്ന് നമ്മളോട് സഹകരിക്കുന്നതിന് IFPHന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്മരിക്കുന്നു. അതുപോലെ തന്നെ സംഗീതാർച്ചന നടത്താൻ എത്തിയ അഡ്വക്കേറ്റ് ഗായത്രി നായർക്കും ഞാൻ IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സംഗീതം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഹീലിംഗ് ആണ്. അത് മോമിനക്കുട്ടി മാഡത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ മാഡത്തെ പോലെയുള്ളവർ മുന്നിട്ടിറങ്ങുകയും അത് ഓരോ രാഗങ്ങളും ഓരോ വികാരങ്ങളെയും ഓരോ അസുഖത്തിനൊക്കെ ചേർന്നതായിട്ട് ഒത്തിരി റിസർച്ച് നടത്തേണ്ട ബൃഹത്തായ ഒരു ഏരിയയാണ്. അപ്പൊ അതിന് ഒരു തുടക്കം കുറിക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഓമനക്കുട്ടി മാഡത്തിന് സാധിച്ചു. അപ്പോ വീണ്ടും അതിന് ഒത്തിരി പേര് കളക്റ്റീവായിട്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോ
സംഗീതം ഒരു വൈബ്രേഷനാണ്, എനർജിയാണ്. നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊർജമാണ്. ആ ഊർജം, ആ ജീവശക്തി നമ്മുടെ ഭൗതിക ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ ശരീരം ഒരു മൃതശരീരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഊർജത്തിന് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി സ്വാധീനങ്ങൾ നടത്താൻ സാധിക്കും. ആ ഊർജമാണ് ഈ ശരീരത്തെ ജീവിപ്പിച്ച് ജീവനുള്ളതാക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ്. അത് ടെക്നോളജി ഡെവലപ്മെന്റ് മാത്രം ഉപയോഗിക്കുന്നതാണ്. അതേ ശാസ്ത്രം മെഡിക്കൽ സയൻസും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും വലിയ അപജയം. ആ അപജയം വരും കാലങ്ങളിൽ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യും എന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം. അതിന് മ്യൂസിക് തെറാപ്പി ഉൾപ്പെടെയുള്ള ഹോമിയോപ്പതിക് മെഡിസിൻ ഉൾപ്പെടെയുള്ള ഊർജ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളും മറ്റ് ഊർജ സ്രോതസ്സുകളും എല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ഓമനക്കുട്ടി മാഡത്തിന് പ്രത്യേകം വീണ്ടും എല്ലാ ജീവിതത്തിൽ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പത്മശ്രീ കിട്ടിയ ഈ ആദരവ് ചടങ്ങിൽ ഞങ്ങളോട് വന്ന് സഹകരിച്ചതിന് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ. അതായത് സംഗീതം അമരസല്ലാപമാണ്, ജീവിതമാണ്, പ്രപഞ്ച താളമാണ്. ശ്രീകുമാരൻ തന്നെ താരാപഥത്തെ നയിക്കുന്ന താളം, സത്യമായ തുടിപ്പ് പരമാണുവിലും ആ അണുവിന്റെ തുടിപ്പ് പോലും തിരിച്ചറിയുന്നതാണ് ഹോമിയോപ്പതി. വളരെ നന്ദി. ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ കേട്ടു വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള മനേഷ് സാറിനെ ആദരവും ക്ഷണിക്കുന്നു ആശംസ പറയാനായിട്ട്. മനേഷ് സാറ്. നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആണ്, അതെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ വക വീണ്ടും ഓമനക്കുട്ടി ടീച്ചറിന് ആശംസകൾ അർപ്പിക്കുന്നു. കാരണം വീണ്ടും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, പത്മശ്രീ അവാർഡ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ടീച്ചറിൻ്റെ പല പല പരിപാടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരവും കൂടി ടീച്ചറിൻ്റെ ഇഷ്ടഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ആകാശവാണിയുമായിട്ടുള്ള ടീച്ചറിൻ്റെ യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായിട്ട് തുടരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ 1-ാം തീയതി തിരുവനന്തപുരം ആകാശവാണിക്ക് 75 വയസ്സ് തികഞ്ഞു. അതിൽ 65 വർഷം കൂടെ യാത്ര ചെയ്ത ആളാണ് ടീച്ചർ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അപ്പോൾ അത്രയും നിങ്ങളെല്ലാവരും സംഗീതജ്ഞയായിട്ടുള്ള ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു. ടീച്ചർ നമ്മുടെ ഒരു അനൗൺസറും കൂടിയായിരുന്നു. അത് നിങ്ങൾക്ക് പലർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചർ ഞങ്ങളൊരു അനൗൺസറായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ടീച്ചർ മാത്രമല്ല, ടീച്ചറിൻ്റെ മേടയിൽ വീടിലെ എല്ലാവരും തന്നെ ആകാശവാണിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതാണ്. ടീച്ചറിൻ്റെ സഹോദരൻ വളരെ പ്രശസ്തനായ എം ജി രാധാകൃഷ്ണൻ സാറ് ആകാശവാണിയുടെ സ്റ്റാഫായിരുന്നു, എല്ലാവർക്കും അറിയാം. ലളിത സംഗീത ഗാന ശാഖ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് ഒരുപക്ഷെ ഇന്ന് എക്കാലത്തും അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ, മരുമകൻ, കൊച്ചുമകൻ എല്ലാവരും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളാണ്. ഹരി നമ്മുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റ്, എല്ലാവരും ഗ്രേഡഡ് ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ മേടയിൽ വീടിനേക്കാൾ കൂടുതൽ ടീച്ചറിൻ്റെ ഒരുപക്ഷെ ഭക്തിവിലാസം ആണ് കൂടുതൽ അടുപ്പമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചറിൻ്റെ ഒരു ടീനേജ് കാലത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു 20s ഒരുപക്ഷെ ടീച്ചർ മേടയിൽ വീടിനേക്കാളും കൂടുതൽ ഭക്തിവിലാസത്തിലായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവുക. കാരണം ചേർത്തല ഗോപാലൻ നായർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മ്യൂസിക് പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് ഗാനകൈരളി എന്ന് പറഞ്ഞ് മലയാള ഗാനങ്ങളെ, കർണാടക സംഗീതത്തിലെ മലയാള ഗാനങ്ങളെ, കർണാടക സംഗീതത്തിലെ മലയാള ഗാനങ്ങളെ ചിട്ടപ്പെടുത്തി പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് ചേർത്തല ഗോപാലൻ നായർ എന്നുള്ള ആള്. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷന് ശബ്ദമായിരുന്ന ആളാണ് ടീച്ചർ ആദ്യം മുതലേ. ഇന്നും ടീച്ചർ സംഗീത ഭാരതിയിലൂടെ പ്രചരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ആ ഗുരുവിൻ്റെ തുടർച്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചർ, എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ കാലത്ത് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരെക്കാൾ എനിക്ക് വ്യത്യാസമായി എനിക്ക് തോന്നുന്നത്, പൊതുവേ ടീച്ചറിൻ്റെ അത്രയും ശബ്ദ സൗകുമാര്യവും ജ്ഞാനവും ഉള്ള ഒരാൾ പൊതുവേ മ്യൂസിക് കോളേജിൽ പഠിക്കുക, അവിടെ നിന്ന് മ്യൂസിക് കോളേജിൽ തന്നെ അധ്യാപികയാവുക എന്നുള്ളതായിരിക്കും അന്നത്തെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. പക്ഷേ ടീച്ചർ മ്യൂസിക് കോളേജിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ടീച്ചറിന് ശാസ്ത്ര വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു എന്നാണ്. തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക. ശാസ്ത്ര വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു ടീച്ചറിന്. അപ്പോൾ അത്തരത്തിൽ പഠനം എന്ന് പറയുന്നതും വളരെ ഗൗരവമായി എടുക്കുകയും എന്നാൽ അതേസമയം തന്നെ സംഗീതത്തിന് അല്പപോലും കളയാതിരിക്കുകയും. ഞാൻ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ മേട വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ചേർത്തല ഗോപാലൻ നായർ സാർ താമസിച്ചിരുന്നത്. അപ്പോൾ പാട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്
അതിന് വേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തുകയും എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴെല്ലാം ഗോപാലൻ നായർ സാറിൻ്റെ അടുത്ത് പോയി പഠിക്കുകയും അദ്ദേഹത്തിന് പുതിയ പുതിയ കമ്പോസിഷൻസിലെല്ലാം ശബ്ദമാവുകയും ഒക്കെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് വളരെ കാര്യമായ ശ്രദ്ധ ടീച്ചർ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് ആ ഗാനകൈരളിയുടെ ശക്തി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സേവാഭാരതിയുടെ ഗാനകൈരളി അത്രയും ശക്തമായി ടീച്ചറിന് കൊണ്ടുപോകാൻ കഴിയുന്നതും അത്തരത്തിലുള്ളൊരു പഠനം അക്കാലത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം, അന്നത്തെ കാലത്ത് ഈ പറയും പോലെ അന്ന് ഒരുപക്ഷെ മറ്റു ഉണ്ടായിരുന്ന പാട്ടുകാരെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ സംഗീത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും അതിൻ്റെ പിരിവുകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്നും അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറിന് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ വളരെ ചിട്ടയായ ഒരു രീതി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ പറയും പോലെ ഈ പാട്ടുകാരെല്ലാം പാട്ട് മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതെങ്ങനെയാണ് പൊതുസമൂഹം ഏറ്റെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷെ ടീച്ചർ അക്കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ്. എങ്ങനെയാണ് പൊതുസമൂഹത്തിലേക്ക് അത് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ടീച്ചറിന് എല്ലാ കാലത്തും ഒരു ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഇത്രയും വലിയ സംഘാടകയായി നിൽക്കുമ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 2-3 മാസം മുമ്പേ ടീച്ചറിൻ്റെ കൂടെ ഒരു 2 ദിവസം എനിക്ക് ചെലവഴിക്കാൻ ഒരു സമയം കിട്ടി. അതൊരു എംബാഗോ ചെയ്ത ഡീറ്റെയിൽസ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് കൂടെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു നല്ല ലിസണർ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പഴയകാല കാര്യങ്ങളും ഒരു സംഗീതത്തിലുള്ള വിശേഷങ്ങളും പുതിയ തലമുറയിലെ കുട്ടികളെ ടീച്ചർ ശ്രദ്ധിക്കുന്നതും അതിൽ ഓരോരുത്തരെയും വളരെ കരുതലോടെ അവരെ തിരുത്തുന്നതും എല്ലാം വളരെ അടുത്ത് നിന്ന് ആ 2 ദിവസം എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ പൊതുവെ അത്തരത്തിലുള്ള ഇത്രയും പ്രഗത്ഭയായ പ്രശസ്തയായ ഒരാളുടെ കാര്യങ്ങളിലോട്ട് ഡയറക്റ്റ് ഇടപെടുന്നതിൽ കുറച്ച് ജാള്യതയുള്ള ഒരാളാണ്. പൊതുവെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പദവി അലങ്കരിക്കുന്ന ആളാണെങ്കിൽ കൂടി ഇങ്ങനെ തള്ളിക്കയറി നിൽക്കുന്നതിൽ എനിക്ക് പൊതുവെ കുറച്ചൊരു മടിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കുറച്ച് മാറി നിന്ന് വളരെ കൗതുകത്തോടു കൂടി ടീച്ചർ അതിങ്ങനെ ചിന്തിക്കുന്നതും അവർ പാടുന്നത് ടീച്ചർ ശ്രദ്ധിക്കുന്നതും അതിലുള്ള ടീച്ചറിന്റെ കമന്റ്സും ഒക്കെ എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും 80s നിൽക്കുന്ന ഒരാള് ഇന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട് എന്നാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വളരെ ആവേശത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇളയ തലമുറയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചെറിയ കുറ്റബോധങ്ങളൊക്കെ തോന്നാറുണ്ട്. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗാനകൈരളിയെ കുറച്ചുകൂടി ആകാശവാണിയിൽ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ടീച്ചറിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ടീച്ചറിനും അറിയുന്നതാണ്, ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ടീച്ചറിൻ്റെ ഉള്ള തുടർച്ചയായുള്ള ആകാശവാണിയുള്ള ബന്ധവും ഇനിയും ഒരുപാട് ശക്തമായി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ആകാശവാണിയുമായി ചേർന്ന് നിൽക്കുന്നതിനും ഇതുവരെ നിന്നതിനും ഒക്കെയുള്ളൊരു നന്ദി പറയാനുള്ളൊരു വേദിയായി കൂടി ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ഹോമിയോയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അറിയില്ല, വൈദ്യശാസ്ത്രം എൻ്റെ മേഖലയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് മനോജ് സാറിനെ ക്ഷണിക്കുമ്പോൾ ഞാനത് എൻ്റെ പ്രോഗ്രാം ഹെഡിനോട് ചോദിച്ചു, എന്തിനാണ് ഡോക്ടർമാരുടെ ഒരു സമ്മേളനത്തിൽ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല അതുകൊണ്ടല്ല, ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിനെ ആദരിക്കുന്ന ഒരു വേദിയാണ്, അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഓമനക്കുട്ടി ടീച്ചറിനെ കുറിച്ച് ഏത് വേദിയിലാണെങ്കിലും സംസാരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് എല്ലാ കാലത്തും സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ. ഇത് ടീച്ചറിൻ്റെ അനുഗ്രഹവും സ്നേഹവും വാത്സല്യവും എല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇനിയും അത് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനും ടീച്ചറിൻ്റെ എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ആ ഒരു സഹകരണം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി സാർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി, നമുക്കൊരു സംഗീതത്തിന്റെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാലെന്നൊരു ആശയമാണ് തോന്നുന്നത്. ടീച്ചറിനെ പോലെ കൊള്ളാം, തീർച്ചയായിട്ടും നടക്കും. നമ്മുടെ സ്വാതി തിരുനാൾ സംഗീത കോളേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. നമുക്കിനി അടുത്തതായിട്ട് സംഗീതാർച്ചനാണ്. അതിനു മുമ്പായിട്ട് ടീച്ചറിന് ഈ ചുമയൊക്കെ ഇട്ടിരിക്കണം തോന്നുന്നുണ്ടെങ്കിലും ടീച്ചറിന്റെ മറുപടി കേട്ടിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മനുഷ്യ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഹോമിയോയിലുള്ള അവരുടെ കൂട്ടായ്മ അതെന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ
ഇതൊക്കെ നടത്തി പോകുന്നത് എങ്ങനെ നടത്തുന്നു എന്ന് ഞാൻ അതിശയിച്ചിട്ടുമുണ്ട്. ഇന്ന് എന്നെപ്പറ്റി, എൻ്റെ ജീവിതയാത്രയെപ്പറ്റി പറയുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഹരിപ്പാട്ട് ഒരു കലാകാരന്മാരുടെ കുടുംബം തന്നെ, അവിടെയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സംഗീതജ്ഞരായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുള്ളത് സംഗീതത്തെ പറ്റിയുള്ള ഡിസ്കഷൻ അല്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ അവിടെ വരുന്ന കലാകാരന്മാരെല്ലാം അച്ഛനെ കാണാൻ വരുന്നു. ഉത്സവത്തിന് ഹരിപ്പാട്ട് ആറാട്ട് വരെ ഉണ്ടല്ലോ, ഇപ്പം കൊടിയേറാൻ പോവുകയാണ് വിഷുവിന്. അപ്പോൾ വരുന്ന കലാകാരന്മാരെല്ലാം വീട്ടിൽ വന്നിരുന്നു. അപ്പൊ കലയെപ്പറ്റി, സംഗീതത്തെപ്പറ്റി മാത്രമേ ബാല്യം മുതൽ ഞാൻ കേട്ടിട്ടുള്ളൂ. 15 വയസ്സായപ്പോൾ SSLC പാസ്സായി. അന്ന് അമ്മയ്ക്കും അച്ഛനും എന്നെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്ന അത്ര ഇഷ്ടമല്ലായിരുന്നു. അന്ന് ചേട്ടൻ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ നാടെല്ലാം ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു നാട്ടിൽ നിന്ന് വളരെ കാലം താമസിച്ച നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് കൂടുമാറുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമായിരുന്നു. എങ്കിലും അമ്മയും അച്ഛനും നിശ്ചയിച്ചത് ഞങ്ങളെ രണ്ടുപേരെയും നോക്കാനായിട്ട്. അന്ന് ശ്രീകുട്ടന് 2 വയസ്സോ മറ്റേ ഉള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരു വീടെടുത്ത് ഇവിടെ താമസിക്കാം എന്നുള്ള ഒരു ആശയം അവർക്കുണ്ടായി. അതാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഞങ്ങൾ ഇത്രയും എന്തെങ്കിലും ഉയരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ആ നിശ്ചയം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അവരെ ഞാൻ ഈ സമയത്ത് നമിക്കുകയാണ് എൻ്റെ മനസ്സുകൊണ്ട്. കാരണം അവരങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുകയില്ലായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ അമ്മ തിരുവനന്തപുരത്ത് മ്യൂസിക് അക്കാഡമിയിലെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. അമ്മയും ആറന്മുള മുളപ്പന്നമ്മയും ഗ്രേസി ഫിലിപ്പ് തുടങ്ങിയ പൊന്നമ്മാൾ ടീച്ചർ, പാറശാല പൊന്നമ്മാൾ ടീച്ചർ തുടങ്ങിയൊരു ആദ്യത്തെ ബാച്ചാണ് അവർ. അപ്പം അങ്ങനെയുള്ളൊരു പരിചയം തിരുവനന്തപുരമായിട്ട് അമ്മയ്ക്കുണ്ട് നേരത്തെ, പക്ഷെ അല്ലാതെ ഇവിടെ താമസിച്ചിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറുകയായിരുന്നു. എന്നെ വിമൻസ് കോളേജിൽ കൊണ്ട് ചേർത്തു. ചേട്ടനൊന്നും അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അന്ന് ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടിയത് ഒരു ചെറിയ വീടായിരുന്നു, അക്കാഡമിയുടെ സമീപത്ത് തന്നെയുള്ള. അവിടെ എനിക്ക് ശരിക്ക് പഠിക്കുവാൻ സാധിച്ചിരുന്നില്ല, കാരണം കുറച്ച് മുറികളേ ഉള്ളൂ. അപ്പം ചേട്ടനും കൂട്ടുകാരും കൂടെ വന്ന് അവിടെ എന്നും കച്ചേരിയാണ്, ഡെയിലി ഇവരുടെ പ്രാക്ടീസും കച്ചേരിയും ഒക്കെയാണ്. അപ്പം ഞാൻ പുറത്തിരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് സുവോളജി എടുത്തു. എനിക്ക് മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അച്ഛനമ്മമാർ അവർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം അച്ഛന് സംഗീത നാടകകാലത്തുള്ള വോക്കലിസ്റ്റ് കം ഹാർമോണിസ്റ്റ് ആയിരുന്നു. അപ്പം അന്നൊന്നും ശരിയായിട്ട് ഈ വലിയ ചവിട്ട് ഹാർമോണിയം എടുത്ത് പോകാനും വരാനും മൈക്കില്ലാതെ വേണം പാടുന്ന ഒരു കാലമായിരുന്നു. അപ്പം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ. അമ്മ ഹരികഥാ പ്രസംഗം നടത്തിയിരുന്നു, അച്ഛൻ ഹാർമോണിയത്തിൽ വായിച്ച് കൊടുത്ത്. വീട്ടിലാണെങ്കിലും ഹരിപ്പാട്ട് വീട്ടിൽ താമസിച്ചിരുന്നത് അതൊരു ഗുരുകുലം പോലെ തന്നെയായിരുന്നു. 10 പേരാണ് അച്ഛൻ്റെ ശിഷ്യര് അവിടെ ഞങ്ങളോടൊപ്പം താമസിച്ച് പഠിച്ചിരുന്നത്. 10-20 പേര് അംഗങ്ങളായിട്ടുള്ള ഒരു വീട്, കൂട്ടുകുടുംബം. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ചേക്കേറുന്നത്.
അങ്ങനെ വന്നപ്പോൾ അവർക്ക് തോന്നി മോളെ സംഗീതം പഠിപ്പിക്കേണ്ട. ഏതായാലും ചേട്ടനെ സംഗീതത്തിലേക്കാണല്ലോ വിട്ടിരിക്കുന്നത്, എം ജി രാധാകൃഷ്ണനെ. അതുകൊണ്ട് മകളെ ഡോക്ടറാക്കാം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്കും അച്ഛനും. ഞാൻ ഏതായാലും മെഡിസിൻ ഡോക്ടറായില്ല, എങ്കിലും ഒരു ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. അതുകൊണ്ട് സുവോളജി ആയിരുന്നു എന്നെ ഞാൻ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അത്രയും കാലം ഞാൻ ഈ എന്താ പറയുന്നത്, സുവോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ തവളയെ കീറുന്നതും ഓന്തിനെ കീറുന്നതും മണ്ണരെ കീറുന്നതും ഒക്കെ എനിക്കൊരു വലിയ അസഹനീയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെയും തിരിച്ച് ഞാൻ എൻ്റെ BSc കഴിഞ്ഞ് അതിൽ എന്നെ മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്ന ചെമ്മൻകുടി ശ്രീനിവാസ അയ്യർ സാറാണ്. സാറിൻ്റെ പാട്ട് ഒരിടത്ത് കേൾക്കുകയും അക്കാലത്ത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഏത് ഫങ്ഷൻ ഉണ്ടായാലും എൻ്റെ ഒരു പ്രയർ കാണും. നെഹ്റുജി വന്നാലും, അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ അങ്ങനെയായിരുന്നു. അതിന് എന്നെ കൊണ്ടുപോയിരുന്നത് മിസ്സസ് പട്ടന്താണുപിള്ളയാണ്. മിസ്സസ് പട്ടന്താണുപിള്ള എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. അവര് മാവേലിക്കര ഹൈസ്കൂളിൽ അഡ്മിഷൻസ് ആയിട്ട് ജോലി നോക്കുമ്പോൾ എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അങ്ങനെയുള്ള അവർ തമ്മിൽ വലിയൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ പൊന്നമ്മ താണുള്ള അമ്മ എന്നെ അങ്ങ് ഏറ്റെടുത്തിട്ട് അവിടെ അന്ന് ഒരു സ്ത്രീ കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. മിസ്സസ് നായർ എന്ന് പറയുന്നത് മ്യൂസിക് ഇവിടെ കോളേജിലെ ആദ്യത്തെ പ്രൊഫസറാണ് മ്യൂസിക്കിൻ്റെ. ശ്രീ ലക്ഷ്മണപിള്ള അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ അങ്ങ് ഏറ്റെടുത്ത് എല്ലായിടത്തും കൊണ്ടുപോയി പാടിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രശസ്തി അതാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ക്ലിഫ് ഹൗസിലാണ് പൊന്നമ്മത്താണുള്ള അമ്മ താമസിക്കുന്നത്. അന്ന് പ്രൗഢ ഗംഭീരനായ പട്ടം താണുള്ള മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലമാണ്. എല്ലാവർക്കും പേടിയാണ് അദ്ദേഹത്തെ. അപ്പോൾ മിസ്സസ് പട്ടം താണുള്ള എന്നെയും കൊണ്ട് ക്ലിഫ് ഹൗസിൽ പോകും. എന്നിട്ട് ജ്ഞാനപ്പഴത്തെ പിഴുന്ത് എന്നൊരു പാട്ടുണ്ട്, അത് വളരെ ഫേമസ്, സുന്ദരാമ്പാൾ പാടിയിട്ടുള്ള ജ്ഞാനപ്പഴത്തെ പിഴുന്ത്. ആ പാട്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്, എന്നെ എപ്പോഴും പാടിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ ക്ലിഫ് ഹൗസിൽ ഈ അമ്മ എന്നെയും കൊണ്ട് കടന്നു ചെന്നിട്ട് പറയും, ഈ ഫയലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാട്ടെ, ഈ കുട്ടിയുടെ പാട്ട് കേട്ടാട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ എന്നെ കൊണ്ട് ഇത് പാടിക്കും. എന്നിട്ട് വേറെ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. ഇങ്ങനെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നിട്ടാണ് ഞാൻ സുവോളജി എടുത്തതും. സുവോളജി പാസ്സാകാറായപ്പോൾ, ഫൈനൽ ഇയർ ആയപ്പോഴാണ് ശ്രീ ചെമ്മൻകുടി ശ്രീനിവാസ അയ്യർ ഒരു പാട്ട് ഇതുപോലെ, ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്നുള്ള ഒരു ശ്ലോകം ഉണ്ടല്ലോ, ആ ശ്ലോകം ഞാൻ ഒരു പ്രയറായിട്ട് ഒരു വലിയ ഫങ്ഷന്, സംഗീതനാടക അക്കാദമിയുടെ ഒരു വലിയ ഫങ്ഷന് ഞാൻ പാടുന്നതും അത് സാറ് വളരെ ശ്രദ്ധിച്ചു, ചെമ്മൻകുടി സാറ്. എന്നിട്ട് വീട്ടിൽ ആരുടെ മകളാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട്, അച്ഛനെയൊക്കെ അറിയാം, എന്നാലും ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ സാറിനെ കാണാൻ പോയിരുന്നില്ല. ചേട്ടൻ പഠിക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ കൂടെ അക്കാദമിയിൽ. എന്നാലും ആരുടെ മകളാണ് എന്നുള്ളത് അച്ഛനെ വരുത്തിയിട്ട് പറഞ്ഞത് അത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതായത് അത് ഇന്നത്തെ കുട്ടികൾക്കും ഒരു പാഠം തന്നെയാണ്. ഈ ഏത് ആണോ താല്പര്യം ഒരു കുട്ടിക്ക്, അതിലേക്ക് ആ കുട്ടിയെ പഠിക്കാൻ അയക്കാവൂ. ഈ കുട്ടിക്ക് നല്ല ജ്ഞാനമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ശബ്ദമാണ്,
തീർച്ചയായിട്ടും ഇതിനെ സംഗീതത്തിലാണ് നിങ്ങൾ നയിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ശിരസ വഹിച്ചു എന്റെ അച്ഛൻ. അങ്ങനെയാണ് ഗാനപ്രവീണയ്ക്ക് ഞാൻ ചേരുന്നത് അക്കാഡമിയിൽ. ഔട്ടായിപ്പോയി. അത് നെറ്റ് പോയെന്ന് തോന്നുന്നല്ലോ. ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഓഡിയോ കണക്ട് ആവുന്നില്ല. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ വിളിച്ചു നോക്കാമോ? വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് കയറിയാൽ മതിയായിരുന്നു. വീണ്ടും പോയെന്നാണല്ലോ. നമുക്ക് എന്തായാലും ജോയിൻ ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഗാന അർച്ചനയിലേക്ക് പോകാം. ഗായത്രി മേഡം. നമസ്കാരം എല്ലാവർക്കും. IFPHന്റെ ഇന്നിപ്പോ നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓമനക്കുട്ടി ടീച്ചറിനെ ആദരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കൊരു സംഗീതാർച്ചന നൽകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷം. ഭാഗ്യലക്ഷ്മി മാമിനോട് ഒത്തിരി നന്ദി അറിയിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. അപ്പൊ ഞാനൊരു കീർത്തനം ആലപിക്കാം. कृपया पालय शौर्ये, कृपया पालय शौर्ये, कृपया पालय शौर्ये, करुणारसा कृपया पालय शौर्ये, करुणारसा कलुषाति वीर कृपया पालय शौर्ये, करुणारसा कलुषाति वीर कृपया पालय शौर्ये. तबनीय भजेला तबनीय भजेला तू ही नाम सुबदा तबनीय भजेला तू ही नाम सुबदा दबनीय भजेला तू ही नाम सुबदा श्री सरसीज लोचन श्री सरसीज लोचन कृपया पालय शौर्ये,
കലുഷാതി വീര കൃപയാ പാലയ ശൗരേ. കുരുമേ കുശലം മോദനം കുരുവിന്ദ നിഭദന്ദ നിരുപമ സംസാര നീരവര പോര നാരദ മോഖമോഹിനി ചരിത നാരദ മോഖമോഹിനി ചരിത നാരദ മോഖമോഹിനി ചരിത പാവജ ഭഗവൻ വാരായണ പാവജ ഭഗവൻ കൃപയാ പാലയ ശൗരേ. കരുണരസ കലുഷാതി വീര കൃപയാ പാലയ ശൗരേ. വളരെ ഉജ്ജ്വലമാണ്. സൂപ്പറായിട്ട് കൃപയാപാലയ ശൗര്യ സൂപ്പർ. ഈ സ്വാതിരുന്നാൾ സിനിമ കണ്ട ഒരാൾക്കും ഇത് മനസ്സിൽ മറക്കില്ല. അപാരമായിട്ട് പാടി, ഉജ്ജ്വലമായിട്ട് പാടി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വാതിരുന്നാളിന് നമുക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ മനേഷ് സാറൊക്കെ ആകാശവാണിയുടെ മ്യൂസിക് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ്. തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഓമനക്കുട്ടി ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ല. സുരേഷ് ഡോക്ടർ ഈ പാട്ടെല്ലാം കേട്ട് അങ്ങ് ഇരിക്കുകയാണ്. വളരെ നല്ലൊരു ഗായകനാണ്, നമ്മുടെ ഡോക്ടറാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ മനോജ്, ആ IFPHന്റെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. IFPHന്റെ വളരെ പ്രസക്തമായ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് മനോജിനോട് നന്ദി പറയുന്നു. ഉദ്ഘാടകയുടെ വളരെ പ്രസക്തമായ വാക്കുകളും വളരെ ഒരു ഗംഭീരമായ ഒരു സംസാരമായിരുന്നു. നിറകുടം തുളുമ്പത്തില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ എനിക്ക് അറിയാവുന്നത് മാത്രമേ ശരിയുള്ളൂ, എനിക്ക് അറിയാൻ പാടില്ലാത്തതൊന്നും ശരിയല്ല അല്ലെങ്കിൽ സത്യമല്ല എന്ന് വിശ്വസിക്കുന്ന, എന്ന് കരുതുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമുക്കറിയാൻ പാടില്ലാത്തതിലും ചില സത്യങ്ങളുണ്ട്. അത് അറിയാൻ മനസ്സിലാക്കുക, അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മഹനീയത വെളിവാക്കുന്നത്. ശ്രീമതി ശ്രീലേഖ മാഡത്തിന്റെ സംസാരത്തിൽ നിന്നും നമുക്കത് മനസ്സിലായത് അതാണ്. മാഡത്തിന് വളരെ അറിവില്ലാത്ത ഒരു ശാഖയാണ് ഹോമിയോപ്പതി എന്ന് പറയുകയും ആ ശാഖയിൽ നിന്നുള്ള ഒരു ഡോക്ടർ മരുമകളായി വരുന്നതിൻ്റെ സന്തോഷം ഇവിടെ അറിയിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങളിൽ ഒരാൾ മാഡത്തിൻ്റെ കുടുംബത്തിലേക്ക് വരുന്നതിനുള്ള സന്തോഷം അഭിമാനപൂർവ്വം ഞങ്ങളും ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഈ മനോജും അങ്ങനെയൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ പാട്ടുകളൊക്കെ കേട്ട് അവരുടെ പ്രോത്സാഹനം മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. ഒരു ലളിതഗാനം ഞാൻ ആലപിക്കാം. തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക.
പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എന്നുരളി കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എന്നുരളി കൊണ്ടുപോകരുതേ. പാടി പാടി ചുണ്ടുകൾ നോവും പാതിരാപ്പൂങ്കുയിലുകൾ പോലെ. പാടി പാടി ചുണ്ടുകൾ നോവും പാതിരാപ്പൂങ്കുയിലുകൾ പോലെ. പാവമീ ഞാനലയുകയല്ലോ, പാവമീ ഞാനലയുകയല്ലോ, പാടി പാടി വളർന്നവനല്ലോ. അന്നു കണ്ട കിനാവിലൊരെണ്ണം വീണ്ടും ഓർക്കുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി കൊണ്ടുപോകരുതേ. ഈ വസന്ത നിലാവിലൊരൽപ്പം ഈണമേകാൻ വന്ന നിലാവേ. ഈ വസന്ത നിലാവിലൊരൽപ്പം ഈണമേകാൻ വന്ന നിലാവേ. നിന്റെ ചുണ്ടോടൊട്ടിയ നേരം, നിന്റെ ചുണ്ടോടൊട്ടിയ നേരം എൻ്റെ ചുണ്ടിലുണർന്നൊരു ഗാനം. പണ്ടു പാടി മറന്നൊരു ഗാനം വീണ്ടും ഓർക്കുമ്പോൾ കൊണ്ടുപോകരുതേ എൻ ഹൃദയം കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ. ഓക്കെ, നന്ദി ഡോക്ടറെ. മാഡം, ജോമൻകുട്ടി മാഡം, കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. അയ്യോ, എപ്പോഴാ ഇനിയും പോകുന്നതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എൻ്റെ ജീവചരിത്രം ഞാൻ നീട്ടുന്നില്ല. എനിക്ക് 3 മാസം ഇവിടെ AER-ൽ ജോലിയായിരുന്നെങ്കിലും പിന്നെ ഇവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ, വിമൻസ് കോളേജ് വേക്കൻസി വന്നപ്പോൾ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ കല്യാണമായി. കല്യാണം കഴിച്ചത് AER-ൽ തന്നെയുള്ള എഞ്ചിനീയർ, സ്റ്റേഷൻ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം, MPG നായർ. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നല്ലവണ്ണം എനിക്ക് എൻ്റെ കലയെ വളർത്തുവാൻ സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അച്ഛനമ്മമാരുടെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങളെന്നെ വിളിച്ച് ആദരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ബാല്യകാലം മുതൽ ഞാൻ കഴിച്ചിരുന്നത് ഹോമിയോപ്പതി മരുന്നുകളാണ്. ഇപ്പോഴും ഭാഗ്യയുടെ അടുത്ത് പോയി ഞാൻ മരുന്നുകൾ വാങ്ങി കഴിക്കാറുണ്ട്. അരിപ്പാട്ടൊരു മുരുകൻ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമി ഒരു ക്ലിനിക്ക്, ഹോമിയോ ക്ലിനിക്ക് നടത്തിയിരുന്നു. അവിടെ ആയിരുന്നു എനിക്ക് ഹോമിയോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പോഴും അതെ, കാരണം ഗുളികകളൊക്കെ നല്ല മധുരപ്രിയയാണ് ഞാൻ. ഗുളികയെല്ലാം നല്ല മധുരമുള്ള ഗുളികകളായതുകൊണ്ടും അതിന് എഫക്റ്റ് ഉള്ളതുകൊണ്ടും എനിക്ക് ഹോമിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ വിളിച്ച് ആദരിച്ചതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. ആ നന്ദി എത്രയെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.
വളരെ നന്ദി മേഡം. ഒരു 5 മിനിറ്റ് തുടരാമെങ്കിൽ നമ്മുടെ ഡോക്ടർമാരെ പാട്ട് ഓരോ വരി കേട്ട് പോകാം മേഡം. എനിക്ക് 10:30 നിർത്തും നമ്മള്. ചുമയായിട്ടിരിക്കുകയാണ്, അതാണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി, ഇതിൽ ശബ്ദം പങ്കെടുക്കണം. ശരിയാക്കിയിട്ട് വേണം ഇനിയും പാടാൻ. അല്ല, നമ്മുടെ ഡോക്ടർമാർ പാടുന്നുണ്ട്, മാഡം സമയമുണ്ടെങ്കിൽ കേൾക്കാം. ആ കുറച്ച് ഞാൻ കേൾക്കാം. ശരി മാഡം. ഡോക്ടർ സുനിൽ, നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല, ഇങ്ങനെ ഒപ്പിച്ച് പാടുന്നതാണ്. മാഡത്തിന് മുമ്പ് പാടാനൊരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പാടാം. അയൽക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയൊരു പാട്ട് പാടാം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി, ഈ നിലാവിൽ നീലഞ്ഞൊറികളിൽ ഓമനേ നീ പാവാടയിലകി. നെറ്റ് പോയെന്ന് തോന്നുന്നല്ലോ. കേൾക്കുന്നില്ല. നെറ്റ് പോയി. നമുക്ക് അടുത്ത ഡോക്ടർ വിജയകുമാറിലേക്ക് പോകാം. വിജയകുമാർ ഡോക്ടർ നമ്മുടെ കേൾക്കുന്നില്ല? ഇടയ്ക്ക് കേൾക്കുന്നില്ല? പഠിക്കൂ. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, തരളരശ്മികൾ തന്ത്രികളായി തഴുകി കാറ്റല കവിതകളായി, ഈ നിശീഥം പാടും വരികളിൽ ഓമനേ നിൻ ശൈനനാദം, അടർന്ന കിനാവിൻ തളിരുകൾ പോലെ അകന്നു പൊൻചിലമ്പൊലികൾ, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. താങ്ക് യു. ഡോക്ടർ വിജയകുമാർ, അഭയാനന്ദ സ്വാമിയുടെ കൊച്ചുമകനാണ് ഡോക്ടർ വിജയകുമാർ. ഡോക്ടർ പഠിക്കൂ. ഓക്കെ, താങ്ക് യു. ഞാനൊരു പഴയ പാട്ട് പാടാം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു, ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാര ഗാനനിർ
ധരി കേട്ടു ധരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. താങ്ക് യു. നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. മാഡം ശിശുർവേത്തി പശുർവേത്തി വേത്തി നാദരസം ഭണി എന്നാണല്ലോ. അപ്പൊ എല്ലാ സംഗീതജ്ഞർക്കും നമസ്കാരം. നമുക്ക് പരിപാടി അവസാനിച്ച സമയമാകുന്നു. അറിയാൻ പറ്റുന്നുണ്ട് ക്ഷണിക്കുന്നു. നന്ദി പറയാം. ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം. പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി മാഡത്തെ ആദരിക്കുന്നതിനായി IFPS നടത്തിയ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും IFPSന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ഓമനക്കുട്ടി ടീച്ചറുടെ ചെറുപ്പം മുതലുള്ള പരിചയം പുതുക്കുകയും ചെയ്ത ആദ്യ വനിതാ പോലീസ് ഓഫീസർ കൂടിയായ ആദരണീയായ മുൻ DJP ശ്രീമതി R ശ്രീലേഖ IPS അവർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരിയും IFPHിലെ പല പരിപാടികളിലും പങ്കെടുക്കുകയും ഒരു ഹോമിയോപ്പതി സ്നേഹിയും കൂടിയായ അതിമനോഹരമായ സ്വരമാധുര്യത്തിനുടമയായ തന്റെ ജീവചരിത്രത്തെ നമുക്ക് വിവരിച്ചു തന്ന ഡോക്ടർ ഓമനക്കുട്ടി മാഡത്തിന് ആദരപൂർവവും സ്നേഹപൂർവവും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുകയും ചികിത്സയോടൊപ്പം മ്യൂസിക്കിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഓമനക്കുട്ടി മാഡത്തിന്റെ സഹായം ലഭിച്ചതിനെ അനുസ്മരിക്കുകയും ചെയ്ത IFPH വൈസ് പ്രസിഡന്റ് ഷാജി കുര്യർ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിക്കുകയും 65 വർഷം ആകാശവാണിയുമായ ഓമനക്കുട്ടി മാഡത്തിന്റെ ബന്ധത്തെക്കുറിച്ച് നമ്മളെ അറിയിക്കുകയും പ്രശസ്തയായ ടീച്ചറുടെ ചെറുപ്പത്തിലെ സംഗീത വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരിക്കുകയും ആകാശവാണിയുമായി ടീച്ചർ സഹകരിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളെ അറിയിക്കുകയും ചെയ്ത തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മനീഷ് MP സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സംഗീതാർച്ചന നടത്തിയ പിന്നണി ഗായികയും സംഗീത സംവിധായികയുമായ അഡ്വക്കേറ്റ് ഗായത്രി നായർ മാഡത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയില് ഗാനങ്ങൾ ആലപിച്ച സുരേഷ് S ശിവശങ്കരപ്പിള്ള ഡോക്ടർക്കും സുനിൽകുമാർ ഡോക്ടർക്കും വിജയകുമാർ ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച മുൻ ഹോമിയോപ്പതി ചീഫ് മെഡിക്കൽ ഓഫീസർ ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രത്യേക പരിപാടികളുടെ ആസൂത്രണരും ഈ പരിപാടിയുടെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കട്ടെ. ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കുന്നതിന് ഏറ്റവും അധികം താല്പര്യമെടുത്ത ഭാഗ്യലക്ഷ്മി മാഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. മാഡത്തിന് സ്നേഹപൂർവ്വം പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. 1679 ദിവസമായി ഇടതടവില്ലാതെ നടത്തപ്പെടുന്ന ഈ സൂം വെബിനാറിന്റെ അണിയറ പ്രവർത്തകരായ എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും അതുപോലെ തന്നെ IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും IFPHന്റെ ആരംഭം മുതൽ സഹകരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും 1000 നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി പറയാൻ ഡോക്ടർ. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ഡോക്ടർക്കുള്ള കഴിവ് അപാരമാണ്. അപ്പൊ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. 1679 ദിവസം. നാളെ ഇതേ സമയം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. മാഡത്തിന്റെ 2 വരികൾ കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് ഇനി ഒരു അവസരത്തിൽ അടുത്ത ഏതെങ്കിലും ഒരു അവസരത്തിൽ തീർച്ചയായും. ഓക്കെ, മാഡത്തിന് വേണ്ടി. ശരിയല്ലേ.
നന്ദി, നമസ്കാരം.